ദൈവ തിരുനാമത്തിന് മഹത്വം. എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം മുതൽ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അനേകര് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. അതിൽ ഒരു ധനികനും പ്രമാണിയുമായ ഒരു യുവാവും ഉണ്ടായിരുന്നു. അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനോട്, നല്ല ഗുരു, നിത്യജീവനം പ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ യേശു അദ്ദേഹത്തോട്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ യേശുവിനോട് മറുപടി പറഞ്ഞു, ഞാനത് ചെറുപ്പം മുതലേ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ യേശു അയാളെ വളരെ സ്നേഹിച്ചു. എങ്കിലും യേശു അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ നിന്നിൽ ഞാൻ ഒരു കുറവ് കാണുന്നുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ ധനികനായ യുവാവ് ഏറെ ദുഃഖിതനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിനുള്ള ധനമെല്ലാം ദരിദ്രന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ താനും ദരിദ്രനായി തീരും എന്ന ചിന്ത അയാളെ യേശുവിനെ അനുഗമിക്കുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിത്യജീവനം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ, യേശുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവരെ, യേശുവിനും നമുക്കും ഇടയിൽ ഇതുപോലുള്ള ചില തടങ്കൽ പാറകൾ അല്ലെങ്കിൽ വലുതായിരിക്കുന്ന ചില മതിൽ കെട്ടുകളുണ്ട്. വ്യഭിചാരത്തിൻ്റേതാകാം, മോഷണത്തിൻ്റേതാകാം, മദ്യപാനത്തിൻ്റേതാകാം, ദ്രവ്യാഗ്രഹത്തിൻ്റേതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷത്തിൻ്റേതാകാം. ലോകത്തിൻ്റേതായിട്ടുള്ള ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ ഒരു തടങ്കൽ പാറ യേശുവിനും നമുക്കും മധ്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മതിൽക്കെട്ടിനെ പൊളിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ മതിൽക്കെട്ടിനെ ചാടിക്കടന്നെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. നമുക്കും യേശുവിന് ഇടയിലുള്ള ആ മതിൽ നമുക്കൊന്ന് പൊളിച്ചു കളയാം. അത് ഏത് മതിലാണ്, ലോകത്തിൻ്റേതായിട്ടുള്ള ഏതിൻ്റെ മതിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അതിനെ പൊളിച്ച് നഷ്ടപ്പെടുത്തുക. യേശുവിന് നമുക്കും ഇടയിൽ ഒരു മതിൽ വേണ്ട. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ അവകാശമാക്കുവാൻ ഇതേ മാർഗമുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.